മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ മേൽമുണ്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തതാണ് മിഷണറിമാർ. ആ മിഷണറിമാർക്കെതിരെയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് ഇവരിത് ചെയ്യുന്നത് പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഓർത്തിരിക്കണം, ശ്രീ ചട്ടമ്പി സ്വാമി അദ്വൈതം വിശ്വസിച്ചിരുന്ന ആളാണ്. അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ലേ ക്രൈസ്തവ വിശ്വാസം വിമർശിക്കേണ്ടത്. അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറന്നു. ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കേണ്ടി വരുമ്പോൾ ശൈവ സിദ്ധാന്തത്തെ ആശ്രയിച്ചു. ഇതൊരു തന്ത്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിനെ പറ്റി നിശ്ചയിക്കേണ്ടത് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഹൈന്ദവ ജനതയാണ്. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവാദരണീയനായ ശ്രീ ചട്ടമ്പി സ്വാമി അവറുകൾ 1890 എഴുതിയ ഒരു പുസ്തകത്തിന് മറുപടി പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളിൽ പലരും ചിന്തിക്കും, 1890 എഴുതിയ പുസ്തകത്തിന് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഒരു മറുപടി നൽകുന്നത് എന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ചട്ടമ്പി സ്വാമിയെ പറ്റി പറയുന്നതിന് മുമ്പ് അതൊന്ന് രണ്ട് വാക്കുകളിൽ പറയട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് ഹിന്ദുത്വ മൂവ്മെൻറ്റ് ശക്തമാകുമ്പോൾ അവർ ഈ പുസ്തകവും അധികം പ്രചരിപ്പിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒരു 10 വർഷത്തിന് മുമ്പ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ അവർ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് ക്രൈസ്തവരെ വിമർശിക്കുന്ന എല്ലാ ഹിന്ദുത്വവാദികളും ഈ പുസ്തകം വീണ്ടും ഉയർത്തി കാണിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾക്കിതിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് അതിന് ഒരു മറുപടി എഴുതുവാനും അത് അവതരിപ്പിക്കുവാനുമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. ശ്രീ ചട്ടമ്പി സ്വാമികളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എങ്കിലും അദ്ദേഹത്തെ പറ്റി അല്പമായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. 1853 അദ്ദേഹം ജനിക്കുന്നത്. നമ്മൾ ആ കാലഘട്ടം അത് ഓർത്തിരിക്കണം. 1853 എന്ന് പറയുന്ന കാലഘട്ടം അപ്പർ ക്ലോത്ത് റിവോൾട്ട്, സ്ത്രീകൾക്ക് ഇവിടെ മേൽമുണ്ട് ധരിക്കുവാനായിട്ടുള്ള അവകാശം കിട്ടിയ കാലഘട്ടമാണ്. അടിമത്തം നിരോധിക്കപ്പെട്ട സമയമാണത്. ആ കാലഘട്ടത്തിൽ മിഷണറിമാരുടെ പ്രയത്നം മുഖാന്തരം കേരളത്തിലെയല്ല ഭാരതത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ജനിച്ചതായ ഒരു വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തിൻ്റെ അവതാരികയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. അന്ന് താമരശ്ശേരി വാസുദേവ വർമ്മ എന്ന ബ്രാഹ്മണൻ്റെയും ദാഗമ്മ പിള്ള എന്ന നായരു സ്ത്രീയുടെയും മകനായിട്ടാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അന്നറിയാം, നമുക്ക് വേളിയില്ല, സംബന്ധമേ ഉള്ളൂ. അങ്ങനെ ജനിച്ചതായ ഒരു വ്യക്തിയാണ് എന്ന് വേണം നമ്മൾ കരുതുവാനായിട്ട്. എങ്കിൽ കൂടെ മിഷണറിമാരുടെ പ്രവർത്തനത്തെ എതിർക്കുവാൻ വേണ്ടി ശ്രീ ചട്ടമ്പി സ്വാമികൾ അന്ന് ഒരു പുസ്തകം എഴുതി, ക്രിസ്തുമത ഛേദനം. ക്രിസ്തുമതത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ കണ്ടമായിട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് അദ്ദേഹം മുറിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം അന്നത്തെ, നമുക്കറിയാം, അന്നത്തെ നായന്മാരിലും അന്നത്തെ ഈഴവ ആളുകൾ എല്ലാവരുമല്ല, ഒരു കൂട്ടം ആളുകൾ ഹിന്ദുത്വയെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. മറ്റവരെ അങ്ങനെയും അല്ല ശ്രമിച്ചിരുന്നത്. പക്ഷേ ഹിന്ദുത്വയെ ഉയർത്തിപ്പിടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് ഈ പുസ്തകം ഒരു ആവേശമായിരുന്നു. ശ്രീ മന്നത്ത് പത്മനാഭൻ സാറ് നമുക്കറിയാം, NSSൻ്റെ സ്ഥാപകനാണ്. വളരെ ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഉപദേശിമാരുടെ ഹിന്ദുമത വിദ്വേഷ പ്രസംഗം കേട്ട് ദുസ്സഹായനായി യുക്തിവാദികളിൽ അഗ്രഗണ്യനായ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എന്നൊരു വിശിഷ്ട ഗ്രന്ഥം എഴുതി പ്രസിദ്ധീകരിക്കേണ്ട വന്നിട്ടുണ്ട്.
അതിനെ അടിസ്ഥാനമാക്കി കരുവാ കൃഷ്ണനാശാൻ എന്ന ഈഴവ പ്രമാണിയും കാളിയങ്കൽ നീലകണ്ഠപിള്ള എന്നൊരു നായ പ്രമാണിയും പല പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാരാണ്. അവരുടെ പ്രസംഗങ്ങൾ ഉപദേശിമാരെ ഓടിക്കത്തക്കതായിരുന്നു എന്നാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ പറഞ്ഞു വെച്ചിട്ടുള്ള. ഇതേപോലെ നമ്മൾ അന്ന് ഹിന്ദുയിസത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും ആവേശം നൽകിയതായ ഒരു പുസ്തകമാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഈ പുസ്തകം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതിന്ന് ഇംഗ്ലീഷിൽ അനേക വെബ്സൈറ്റുകളിൽ ഇന്ന് ലഭ്യമാണ്. ആമസോണിൽ ലഭ്യമാണ്, archive.org ലഭ്യമാണ്. archive.org ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാനായിട്ട് കഴിയില്ല. ഞാൻ ആ മാർക്ക് ചെയ്തേക്കുന്ന പുസ്തകമാണ്. 15,000 പേരാണ് ഈ പുസ്തകം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്, ഒരൊറ്റ വെബ്സൈറ്റിൽ നിന്ന്. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നിന്ന് ഈ പുസ്തകം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് ഇന്ന് പെട്ടെന്ന് വീണ്ടും ഒരു പ്രചരണം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളുടെ ഈ പുസ്തകത്തിന് പുസ്തകമായിട്ട് മറുപടി എഴുതി അത് നമ്മളിപ്പം പ്രകാശനം ചെയ്തു. അതിനിപ്പോൾ ഉള്ള മറുപടി പ്രസംഗം കൂടിയാണ് നമ്മളത് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ചട്ടമ്പി സ്വാമിയുടെ ക്രിസ്തുമത ചേതനം എന്നുള്ള പുസ്തകം യഥാർത്ഥത്തിൽ 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ക്രിസ്തുമത സാരം. ക്രിസ്തുമത സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ ഉപദേശങ്ങളുടെ സംഗ്രഹം ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായ ഒരു ഭാഗവും, 2 അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ക്രൈസ്തവ ഉപദേശങ്ങളുടെ ഖണ്ഡനവും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിന് യുക്തിരഹിതമായ ഒരു വിശ്വാസമാണ് എന്ന് അദ്ദേഹം പറയുന്നതായ ഒരു വാദമാണ് ഈ 2ാമത്തെ ഭാഗം. അതുകൊണ്ട് തന്നെ നമ്മൾ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴും നമ്മൾ 2 പുസ്തകമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഹൈന്ദവ മതസാരവും അതിൻ്റെ ഖണ്ഡനവും, 2 ക്രിസ്തുമത ഖണ്ഡനത്തിന് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും. ഇങ്ങനെ നമ്മളും 2 പുസ്തകമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ അവതരണത്തിലും ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്. ഹൈന്ദവ മതസാരവും അതിൻ്റെ പ്രശ്നങ്ങളും, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ചട്ടമ്പി സ്വാമി ഉയർത്തിയ ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും എന്നുള്ളതാണ്. അവർ നമ്മളോട് ചോദിക്കുമ്പോൾ തിരിച്ച് ചോദിക്കേണ്ട ഒരു അവകാശവും ഒരു കടമയും നമുക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് പ്രകാരം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ ഫോർവേഡ്, പൂർവ്വ പീഠിക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഈ പുസ്തകം ഞാൻ എഴുതാനായിട്ടുള്ള കാര്യം ഉപദേശിമാർ പുലയർ, ചാന്നാർ, പറയർ മുതലായ ഹിന്ദുക്കളുടെ മനസ്സിനെ തൊപ്പി, കുപ്പായം മുതലായതുകളെ കൊടുത്ത് മയക്കി അവരെ സ്വമാർഗമാർഗത്തിൽ നിന്ന് മാറ്റി നരകത്തിന് അവകാശമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്രൈസ്തവ മിഷണറിമാരെന്നാണ് ചട്ടമ്പി സ്വാമി പറയുന്നത്. ഏതാ അന്ന് അദ്ദേഹം പറയുന്നത് തൊപ്പിയും വസ്ത്രവും കൊടുത്ത് ദളിതരെ മതം മാറ്റുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. നമ്മൾ ഓർക്കണം, മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ മേൽമുണ്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തതാണ് മിഷണറിമാർ. നടക്കാനുള്ള അവകാശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നടക്കാനുള്ള അവകാശം കൊടുത്തവരാണ് മിഷണറിമാർ. ആഹാരം എന്ത് കഴിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആഹാരം കഴിക്കാനുള്ള അവകാശം കൊടുത്തവരാണ് മിഷണറിമാർ. ആ മിഷണറിമാർക്കെതിരെയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് ഇവരിത് ചെയ്യുന്നത് പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഓർത്തിരിക്കണം, ഇന്നും മിഷണറിമാരെ പറ്റി ദുഷിക്കാൻ വേണ്ടി പറയുന്ന അതേ വാദം ആരംഭിച്ചത് ചട്ടമ്പി സ്വാമിയെ പോലെയുള്ളവരാണ്. ഇതിന് ഞങ്ങൾ പല പ്രാവശ്യം മറുപടി കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ മേൽമുണ്ട് സമരത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് തന്നെ പല വീഡിയോകൾ ഇറക്കിയതായതുകൊണ്ട് ആ വിഷയം ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ട താപ്പ് കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ശ്രീ ചട്ടമ്പി സ്വാമി
അദ്വൈതം വിശ്വസിച്ചിരുന്ന ആളാണ്. അദ്വൈത പ്രകാരം എല്ലാം ഒന്നാണ്, രണ്ട് അല്ല, ദ്വൈതം അല്ല, രണ്ടല്ല, ഡ്യുവലിസം അല്ല, ഒന്നാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം വിമർശിക്കുവാൻ വേണ്ടി അദ്ദേഹം എടുത്തത് ശൈവ സിദ്ധാന്തമാണ്, ദ്വൈതമാണ്. അദ്വൈതമല്ലാതെ പ്രചരിപ്പിക്കുന്നയാള് അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ലേ ക്രൈസ്തവ വിശ്വാസം വിമർശിക്കേണ്ടത്. അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറന്നു. ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കേണ്ടി വരുമ്പോൾ ശൈവ സിദ്ധാന്തത്തെ ആശ്രയിച്ചു. ഇതൊരു തന്ത്രം കൂടിയാണ്. കാരണം മറുപടി പറയാൻ വേണ്ടി നമ്മൾ ശൈവ സിദ്ധാന്തത്തെ എതിർക്കും. അപ്പം പറയാതെ എൻ്റെ അല്ല, എൻ്റെ അദ്വൈതമാണ്. ഇനി അദ്വൈതത്തിന് നമ്മൾ മറുപടി പറഞ്ഞപ്പോലും അദ്ദേഹം പറയും, ഞാൻ നിങ്ങളെ ശൈവ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് വിമർശിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കണം, ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്ന ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് ഹിന്ദുമതത്തെ വിമർശിക്കാൻ വേണ്ടി യവോ സാക്ഷിക്കാരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയും? ഇവൻ എന്താണ് ചെയ്യുന്നത്? ഇവൻ വിശ്വസിക്കുന്ന അതല്ലല്ലോ. ഇവൻ പിന്നെ ഈ കൾട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനെ ഞങ്ങളെ വിമർശിക്കണം? അതേ രീതിയാണ് അദ്വൈതം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സ്വാമി ക്രൈസ്തവ വിശ്വാസികളെ എതിർക്കുവാൻ വേണ്ടി ശൈവ സിദ്ധാന്തത്തെ ആശ്രയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. കാരണം ഇതിലെ പല ചോദ്യങ്ങളും അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചോദിക്കാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹം ചോദിക്കുന്നത് നിഷ്കളങ്കരായ മനുഷ്യർ അധമൗഹന്മാരെ പറ്റിയാണ്. അവരെങ്ങനെയാണ് തെറ്റിപ്പോയത്? അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചോദിക്കാനേ ഒക്കുകയില്ല. കാരണം അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം ദൈവമാണ്. അപ്പം നമ്മൾ ചോദിക്കും, ദൈവമായിരുന്നു, നമ്മളെങ്ങനെ പിന്നെ തെറ്റിപ്പോയത്? ഈ പ്രശ്നം അവിടെ കിടക്കുന്നത് കൊണ്ടാണ് തനിയെ അദ്വൈതം മാറ്റിവെച്ച് വിമർശിക്കേണ്ടി വരുമ്പോൾ ദ്വൈതത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചത്. അത് നിശ്ചയിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പിനെ പറ്റി നിശ്ചയിക്കേണ്ടത് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഹൈന്ദവ ജനതയാണ്. അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ ഹിന്ദുമത സാരവും വിമർശനവും, രണ്ടാമത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള മറുപടിയും. നമ്മൾ സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ക്രൈസ്തവ വിശ്വാസവും ഹൈന്ദവ വിശ്വാസവും തമ്മിലുള്ള ഏറ്റവും കാതലായ ഒരു വ്യത്യാസം പറയുക. പല വ്യത്യാസങ്ങളുണ്ട്, അതിലൊരു വ്യത്യാസം പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ചിലർ വിഗ്രഹാരാധന പറയും, ചിലർ മറ്റ് കാര്യങ്ങളൊക്കെ പറയും. അത് ബഹുദൈവങ്ങളാണ്, ഏകദൈവമാണ് എന്നെല്ലാം നമ്മൾ പറയും. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കാതലായ ഒരു വിഷയമെന്ന് പറയുന്നത് അനാദിയായി ആരംഭമില്ലാത്തതായി എന്തെല്ലാം ഉണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഭഗവത്ഗീതയിൽ അതിൻ്റെ 2:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് പേടിച്ചു നിൽക്കുന്ന അർജുനനോട് തൻ്റെ സഹോദരന്മാരെ കൊല്ലേണ്ടി വരുമല്ലോ, സഹോദര ഹത്യ ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നതായ ഭാഗമാണിത്. ഞാനും നീയും, ഓർക്കണം, ശ്രീകൃഷ്ണൻ അവരുടെ ദൈവമാണ്. ശ്രീകൃഷ്ണനും അർജുനനും ഞാനും നീയും മാത്രമല്ല, ഈ കാണുന്ന രാജാക്കന്മാരൊക്കെയും ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല. നമ്മളെല്ലാം എന്നുമുണ്ടവരായിരുന്നു, ഇനി ഒരു കാലത്തും നമ്മൾ ഇല്ലാതെ ആകുന്നവരുമല്ല. നമ്മൾ അനാദിയാണ്, ആരംഭമില്ലാത്തവരാണ്, നമ്മൾ അന്തമില്ലാത്തവരാണ്, നമ്മളെല്ലാവരും നിത്യമായി എന്നുമുള്ളവരാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ പറയുന്നത് ആത്മാക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആത്മാക്കൾ മാത്രമല്ല, പൂച്ചയുടെയും പട്ടിയുടെയും ഞണ്ടിൻ്റെയും എല്ലാം ആത്മാക്കൾ, ഈ കാണുന്ന ചെടികളുടെ എല്ലാം ആത്മാക്കൾ, അതിനെല്ലാം ആത്മാക്കൾ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതെല്ലാം തന്നെ അനാദിയായിരുന്നു, ആരംഭം ഒന്നിനും തന്നെ ഇല്ല. ഇത് കാതലായൊരു വ്യത്യാസമാണ്. ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ ഗൗരവം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇതുകൊണ്ടാണ് തിയോഫിലിയോസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിയോഫിലിയോസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ
അത് കഴിഞ്ഞ് വന്ന അത്തനേഷ്യസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ ഈ ഒരു വ്യത്യാസം കാതലായ വ്യത്യാസമായി കണ്ട് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് അവർ പറഞ്ഞു തുടങ്ങിയതാണ്. അവിടെയാണ് നമ്മുടെ ബൈബിളിൻ്റെ ആദ്യത്തെ വാക്കിൻ്റെ ഒക്കെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ മനോഹരത്വം അത് എത്രമാത്രം നമ്മളെ വ്യത്യസ്തമാക്കുന്നു എന്ന് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്ന് മാത്രമല്ല, ആത്മാക്കൾ മാത്രമല്ല കേട്ടോ ആരംഭമില്ലാത്തത്. ശ്രീകൃഷ്ണൻ വീണ്ടും പറയുന്നത് ഭഗവത്ഗീതയുടെ 13:19 മുതൽ 20 വരെ, പുരുഷ മാത്രമല്ല പ്രകൃതിയും ആരംഭമില്ലാത്തതാണ്. ഭൗതികമായ പ്രകൃതിയും ആത്മാക്കളും ആരംഭമില്ലാത്തതാണ്. ഇതിനൊന്നും തന്നെയും ഒരു തുടക്കമില്ല, എല്ലാം നിത്യമാണ്, അവസാനവും ഇല്ലാത്തതാണ്. അപ്പോൾ ആത്മാക്കൾ മാത്രമല്ല പ്രകൃതിയുമാണ്. ഇനിയും ഇതിൻ്റെ വേറൊരു പ്രശ്നം, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കും. ഈ പ്രകൃതിയിലാണ് എല്ലാ മൂല്യങ്ങളും ഇവർ കാണുന്നത്, ആത്മാവിലല്ല, പ്രകൃതിയിലാണ്. നല്ലതും തീയതും നിൽക്കുന്നത് ഭൗതികമായ വസ്തുവിലാണെന്നാണ് ഹിന്ദുക്കൾ ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഹിന്ദു പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഹിന്ദുക്കൾ അങ്ങനെ ധരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പോഡ്യത്തിന് ഒരു സ്വഭാവമുണ്ട്. എനിക്കും നിങ്ങൾക്കും നല്ലതൊരു സ്വഭാവം ഉള്ളതുപോലെ ഈ പോഡ്യത്തിനും ഒരു സ്വഭാവമുണ്ട്. ഈ പോഡ്യത്തിന് എങ്ങനെയാണ് സ്വഭാവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു വിഡിത്തരമായിട്ട് തോന്നും. പക്ഷെ അന്ന് അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആത്മാവിനല്ല നല്ലതും തീയതുമുള്ളത്, ഭൗതികമായ പ്രകൃതിക്കാണ് നല്ലതും തീയതുമുള്ളത്. അടുത്ത ഒന്ന് വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സാധാരണ ആറ്റത്തിൻ്റെ ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ആറ്റത്തിന് നമ്മൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറയും. ആ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ മാറ്റിയിട്ട് സത്വ, തമസ്, രജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ആറ്റം നമുക്ക് കിട്ടും. ഒരേ ഒരു വ്യത്യാസം, ഈ സത്വ എന്ന് പറയുന്നത് നല്ല സ്വഭാവം, തമസ് എന്ന് പറയുന്നത് മടി അങ്ങനെയുള്ള ക്രൂരതകൾ ഒക്കെ ഉള്ളതായ സ്വഭാവമാണ് തമസ്. ഇതെല്ലാം ആറ്റത്തിലാണുള്ളത്, ആത്മാവിലല്ല. ഒരു സ്വഭാവവും ഇല്ലാതിരിക്കുന്നതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. ഇനിയും നമ്മളിത് ഓർക്കണം. ഇത്രയും നേരം നമ്മൾ കണ്ടു ദൈവം അനാദിയാണ്, ആത്മാക്കൾ അനാദിയാണ്, പ്രകൃതി അനാദിയാണ്. ഇത്രയും അനാദിയാകുമ്പോൾ സ്വാഭാവികമായും വീണ്ടും അനാദിയാകുന്നത് ആദിശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, വേദാന്തത്തിന് 3 ഗ്രന്ഥങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഹിന്ദുയിസത്തിൽ അനേക ദർശനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നിലനിൽക്കുന്നതായ ദർശനമെന്ന് പറയുന്നത് വേദാന്തമാണ്. വേദാന്തത്തിൻ്റെ ഭാഗമാണ് അദ്വൈതവും ദ്വൈതവുമെല്ലാം. വേദാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് ഉപനിഷത്ത് വേദങ്ങളുടെ ഏറ്റവും അവസാനം, 4 വേദങ്ങളുടെ അവസാനമായിട്ടാണ് പല ഉപനിഷത്തുകളും വരുന്നത്. അതുകൊണ്ടാണ് ചിലരതിനെ വേദങ്ങളുടെ അന്തം എന്ന് പറയുന്നത്. 2 ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത സർവവേദാന്തങ്ങളുടെയും ഒരു സാരസംഗ്രഹമാണ്. അതുകൊണ്ടാണ് അതൊരു ശ്രുതിയാണെങ്കിൽ തന്നെ ഹൈന്ദവരുടെ ഇടയിൽ ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയിരിക്കുന്നത് ഈ വേദത്തിൻ്റെ എല്ലാം ഉപദേശങ്ങളെ സംഗ്രഹിച്ച്, ഉപനിഷത്തുകളുടെ ഉപദേശത്തെ സംഗ്രഹിച്ചെഴുതിയ ഏക പുസ്തകം എന്ന നിലയിൽ ഭഗവത്ഗീതയ്ക്ക് അവർ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്നതാണ്. 3-ാമത്തേതാണ് ഈ ബ്രഹ്മസൂത്ര എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയാം. സിസ്റ്റമാറ്റിക്കായിട്ട് ഉപനിഷത്തുകളിലും ഗീതയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്ര. ഈ ബ്രഹ്മസൂത്രയ്ക്ക് എല്ലാ ആചാര്യന്മാരും കമൻട്രികൾ എഴുതിയിരുന്നു. അതാണ് ഭാഷ്യം. അപ്പോൾ ആദിശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ അദ്ദേഹം പറയുന്നത്, പ്രകൃതി നിത്യമാണെങ്കിൽ, ആത്മാവും നിത്യമാണെങ്കിൽ, ന്യായമായും കർമ്മവും പുനർജനനവും നിത്യമാണ്. നോർക്കണം, കർമ്മവും പുനർജന്മവും ദൈവത്തിൻ്റെ അധികാരത്തിൽ പെട്ടതല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം.
അത് വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ദൈവത്തിന് അതിലൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇത് ഞാൻ പറയുന്നത് അവരുടെ പുസ്തകത്തിലുള്ള കാര്യമാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിത്യമാണ്? ദൈവം നിത്യമാണ്, എല്ലാ ആത്മാക്കളും നിത്യമാണ്, പ്രകൃതി നിത്യമാണ്, കർമ്മം നിത്യമാണ്, പുനർജന്മം നിത്യമാണ്. ഇത്രയാകുന്നുണ്ടേ നമുക്കൊരു സംശയം തോന്നും, പിന്നെ എന്തിനാണ് ഈ ദൈവം? ഈ ദൈവം എന്ന് പറയുന്നത് എന്താണ്? അല്ലേ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഞാനും ദൈവവും നിത്യമായിട്ട് നിൽക്കുകയാണ്. എനിക്കും ദൈവത്തിനും അന്തമില്ല. പിന്നെ ഞാനെന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവം ഒരു ചേട്ടാഭായിയാണ്, അത്ര ഞാൻ സമ്മതിച്ചു. കുറച്ചുകൂടെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഏത് ദൈവത്തെയും ആരാധിക്കാൻ. ഇപ്പം ഈ ദൈവത്തിന് വലിയ ശക്തിയില്ലെങ്കിൽ അടുത്ത ദൈവത്തെ പോലെ ആരാധിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ കുറച്ച് ശക്തി കൂടിയ ആളെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ അസ്തിത്വം തന്നെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെയും അവരുടെയും വീക്ഷണങ്ങൾ തമ്മിൽ. ഇതാ അടുത്ത ഇത് തന്നെ ശിവജ്ഞാന ബോധനത്തിലും ഇത് തന്നെ കാണാവുന്നതാണ്. ഇതാണ് ഇവരുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. ദൈവം നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പം നമ്മളിവിടുത്തെ ചെയർ അറേഞ്ച് ചെയ്തു, അതുപോലെയുള്ളൂ ദൈവം. ഒരാളെ പിടിച്ച് അപ്പുറത്തോട്ടിരുത്തുന്നു, അടുത്ത ആളെ പിടിച്ച് ഇപ്പുറത്തോട്ടിരുത്തുന്നു. താനായിട്ട് തന്നെ സൃഷ്ടിക്കുന്നില്ല. കർമ്മം നിത്യമാണ്, പുനർജന്മം നിത്യമാണ്, ആത്മാക്കൾ നിത്യമാണ്, പ്രകൃതി നിത്യമാണ്. അവിടുന്ന് പ്രകൃതിയെ എടുത്ത് ഇങ്ങോട്ട് വെക്കും, ഇവിടുന്ന് ഒരാത്മാവിനെ എടുത്ത് ആ പ്രകൃതിയിലേക്ക് വസിക്കും. ഇതാ ഇവരുടെ ദൈവ സങ്കല്പം. ഈ ദൈവസങ്കല്പം ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിനെയും യഥാർത്ഥത്തിൽ ദൈവമായിട്ട് വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭഗവത് പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ ഒന്നാണ് ഭഗവത് പുരാണം. ഭഗവത് പുരാണം ഈ പുരാണമാണോ അതോ ദേവി ഭഗവത് പുരാണമാണോ എന്ന് അവരുടെ ഇടയിൽ ചർച്ചയുണ്ട്. അത് അവരുടെ പ്രശ്നം. പക്ഷേ ഭഗവത് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇടുകയാണ്. ഭഗവത് പുരാണത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപതയാണ്. ഇദ്ദേഹം ഇസ്കോണിൻ്റെ സ്ഥാപകനാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീകൃഷ്ണൻ ഒരു വലിയ പർവ്വതമൊക്കെ പൊക്കി നിൽക്കുന്ന പടം, ഗോവർദ്ധ പർവ്വതം ഇങ്ങനെ പൊക്കി നിൽക്കുന്ന പടം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നാട്ടിലെ ജനങ്ങൾ വേദങ്ങളിലെ ഏറ്റവും പ്രധാന ദൈവമായിരുന്ന ഇന്ദ്രൻ, 4 വേദങ്ങളിലും ഏറ്റവും പ്രധാനനായിരിക്കുന്ന ഇന്ദ്രൻ എന്ന ദേവനെ ആരാധിച്ച് പൂജിച്ചു പോന്നപ്പോൾ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്നപ്പോൾ ശ്രീകൃഷ്ണന് അതിഷ്ടപ്പെട്ടില്ല. ശ്രീകൃഷ്ണൻ അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നത്? കാരണം നിങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കർമ്മമാണ്. കർമ്മം വേറെയാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കർമ്മം വേറെ, നിത്യമായിട്ട് നിൽക്കുന്നതാണ്. കർമ്മമാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. അവിടെ ഈശ്വരന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇന്ദ്രനെ പൂജിച്ചത് കൊണ്ടോ പൂജിക്കാതിരുന്നത് കൊണ്ടോ നിങ്ങൾക്ക് മഴ ലഭിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് മഴ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രനെ പൂജിക്കേണ്ട കാര്യം ഇല്ല. ഇതിനൊക്കെ വേറെ പശ്ചാത്തലങ്ങളുണ്ട്, പക്ഷെ ആ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ മുമ്പ് പറഞ്ഞത് ഇവരുടെ പുരാണത്തിലുള്ളതായ കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരേ ഒരു ചോദ്യം, ഇന്ദ്രനെ പൂജിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കൃഷ്ണനെ പൂജിക്കുന്നത്? വേദങ്ങളിലെ ഏറ്റവും പ്രധാന ദൈവമായിരുന്ന ഇന്ദ്രനെ പൂജിക്കുന്നുണ്ടെങ്കിൽ പുരാണങ്ങളിലെ ദൈവമായിരിക്കുന്ന കൃഷ്ണനെ എന്തിനാണ് ഞാൻ പൂജിക്കുന്നത്? അല്ല, കൃഷ്ണനെ പൂജിക്കുന്നുണ്ടെങ്കിൽ ശിവനെ എന്തിനാണ് പൂജിക്കുന്നത്? ശിവനും കൃഷ്ണനും ഒന്നും ആ പേരോടുകൂടി വേദങ്ങളിലില്ല. രുദ്രൻ ശിവനാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ശിവനും കൃഷ്ണനുമില്ല, വിഷ്ണുവുണ്ട്. വിഷ്ണു പക്ഷേ ഇന്ദ്രന് പാചകം ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വിഷ്ണുവിന് പിന്നെ സ്ഥാനക്കയറ്റം കിട്ടുന്നത്, ഇത് ഞാൻ വെറുതെ തമാശ പറയല്ല,
വിഷ്ണുവിന് പിന്നെ സ്ഥാനക്കയറ്റം കിട്ടുന്നത് അദ്ദേഹം 3 പടി ചവിട്ടിയതിന് ശേഷമാണ്. ചിലരത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതിന് ശേഷമാണെന്ന് പറയും, ചിലരത് യാഗമാണെന്ന് പറയും. പിന്നീട് സ്ഥാനക്കയറ്റം കിട്ടി മേളിലായ ആളാണ് വിഷ്ണു. പക്ഷെ ഞാൻ ഇന്ദ്രനെ ആരാധിക്കേണ്ട എങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കേണ്ട, ശ്രീകൃഷ്ണൻ്റെ അതേ യുക്തി ഉപയോഗിച്ച് കൃഷ്ണനെ ആരാധിക്കേണ്ടത് എന്തിനാണ്? നോക്കണം, എല്ലാം നിത്യമായാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനെതിരെയുള്ള കടന്നാക്രമമാണ് എല്ലാം നിത്യമാണ് എന്ന് പറയുന്നതായ ഈ ഉപദേശം. അത് മാത്രമല്ല, ഇവർ പറയുന്നത് എല്ലാം നിത്യമായത്, കർമ്മവും നിത്യമായത് ദൈവത്തെ ഞങ്ങൾ അന്യായത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. അന്യായത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യ അധ്യായം 2 പദം 1 ശ്ലോകം 33 പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ദൈവം നിങ്ങൾ എവിടെ ജനിക്കണമെന്നോ എവിടെ ജനിക്കണ്ട എന്നോ ദൈവം നിശ്ചയിക്കുന്നില്ല, നിങ്ങളുടെ കർമ്മമാണ് നിശ്ചയിക്കുന്നത്. ഭഗവാൻ ഇതെല്ലാം ലീലയാണ്, ഭഗവാൻ ഇതെല്ലാം ഒരു കളി മാത്രമാണ്, അല്ലാതെ ഭഗവാൻ ഇതിലൊന്നും തന്നെ യാതൊരു താല്പര്യവും ഇല്ല. നമുക്കറിയാം, ഇവർ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീല വിലാസമാണ്. അതൊക്കെ വരുന്നത് ഇതിനകത്തു നിന്നാണ്. നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണ്, സ്വന്തം സ്നേഹം തരാൻ വേണ്ടി, അല്ലാതെ ലീലാവിലാസത്തിന് വേണ്ടിയല്ല. പക്ഷെ ഇവർ ലീലാവിലാസമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? കാരണം ഇതൊന്നും നിശ്ചയിക്കുന്നത് ഭഗവാനല്ല, വേറെ നിത്യമായ കാരണങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇത് അടിച്ച് തകർത്തു എന്ന് മാത്രമല്ല, ഈ പ്രകൃതിയിലാണ് ഗുണങ്ങൾ വരുന്നത് കൊണ്ട് മനുഷ്യനും സ്വഭാവം. ഭഗവത്ഗീതയിൽ പറയുന്നത് കണ്ടോ, ഭഗവത്ഗീത 13:19 മുതൽ 20 വരെ, പ്രകൃതിയും പുരുഷയും അനന്തമാണ്, ആരംഭമില്ലാത്തതാണ്. പ്രകൃതിയാണ് സകല വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും എല്ലാം ഉറവിടം. പുരുഷാത് ആത്മാവത് ആസ്വദിക്കുന്നവൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അനിൽ സഹോദരൻ മഹാബുദ്ധിമാനാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അനിൽ സഹോദരൻ്റെ ആത്മാവിനെ അല്ല. അനിൽ സഹോദരൻ ഇപ്പം തടവറയിലാക്കപ്പെട്ടെന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന തടവറയിലാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെ മാത്രമാണ്. ഇതെന്തൊരു തിയറിയാണെന്നാണ് ഓർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, ആത്മാവിനൊരു സ്വഭാവമില്ല. ഇതെളുപ്പം മനസ്സിലാക്കണമെങ്കിൽ ഭഗവത് പുരാണത്തിലെ തന്നെ മറ്റൊരു കഥയുണ്ട്. അവിടെ നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്ന മരിച്ചുപോയ ഒരു ബാലനെ തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ആ ബാലൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെൻ്റെ മാതാപിതാക്കളാണ് എന്ന് എങ്ങനെ പറയാം? ഞാൻ അനേക ജന്മങ്ങൾ കഴിഞ്ഞുപോയി. ചില ജന്മങ്ങളിൽ ഞാൻ മൃഗമായിരുന്നു, ചില ജന്മങ്ങളിൽ ഞാൻ ചെടിയായിരുന്നു, ചില ജന്മങ്ങളിൽ ഞാൻ ദേവന്മാരായിരുന്നു. അപ്പോൾ അനേക ജന്മങ്ങൾ കഴിഞ്ഞുപോയ എനിക്ക് ഈ 2 പേരെൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമുണ്ടോ? ആത്മാവിന് ബന്ധവുമില്ല, ആത്മാവിന് സ്വഭാവമില്ലെന്ന് പറയാൻ കാര്യം എന്താ? ഈ ആത്മാവ് തന്നെയല്ലായിരുന്നു ചെടിയായിട്ടുണ്ടായിരുന്നത്. ചെടിക്കുണ്ടോ സന്മാർഗീയത്വം? ചെടിക്ക് സന്മാർഗീയത്വം ഇല്ല. ഇല്ലെങ്കിൽ ചെടി ഒരുത്തന്നെ മേലെ പിടിച്ച് വീഴുന്നുടനെ നമ്മൾ അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരേണ്ടി വരും, അല്ലേ? മോറൽ അക്കൗണ്ടബിലിറ്റി ചെടിക്കുണ്ടായിരുന്നെങ്കിൽ ചെടിയെ പിടിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. പട്ടിയെ പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നില്ല. പിന്നെ ആ ചെടി എന്ന് പറഞ്ഞാൽ പട്ടിക്കും നമ്മൾ സന്മാർഗികത്വം കൽപ്പിക്കുന്നില്ല. ആത്മാവിന് ഈ ഗുണങ്ങളൊന്നുമില്ല. ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് ശരീരത്തിനാണ്, പ്രകൃതിക്കാണ്. അസ്തിത്വം സ്വന്തമായിട്ടില്ലാത്ത ആത്മാവിനെയാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം തകർത്തുവെന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ മൂല്യം കൂടി ഇവർ തകർക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ ജനിക്കുന്നവനെ ബ്രാഹ്മണനായിട്ടും ദളിതൻ്റെ ശരീരത്തിൽ ജനിക്കുന്നവനെ ദളിതനായിട്ടും ക്രൂരമായിട്ട് ഇടപെടുവാൻ ഇവരെ നടത്തുന്നതായ സിദ്ധാന്തം എന്ന് പറയുന്നത്, ആത്മാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ജനിച്ച ശരീരം അങ്ങനായിപ്പോയി, അതുകൊണ്ട് അവൻ ഈ കാലം ഈ ജന്മം അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് പറയുന്നതായ തെറ്റായ സിദ്ധാന്തമാണ്. നമ്മുടെ ഇടയിൽ എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അനിൽ സഹോദരൻ സംസാരിക്കും, അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഞാൻ പറഞ്ഞതുപോലെ ആത്മൻ ഇതെല്ലാം മാറി നിൽക്കുന്ന കാണുന്നൊരു വ്യക്തി മാത്രമാണ്. അപ്പം ആത്മാവിൻ്റെ രക്ഷയെന്ന് പറയുന്നത് അവിടെ സ്നേഹമില്ല, നന്മയും തിന്മയുമില്ലാതെ, ശങ്കരാചാര്യരുടെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിർഗുണനായി, ഈ ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാതെ, നിഷ്ക്രിയനായി, യാതൊരു കർമ്മവും ചെയ്യാതെ ഒരു ബ്ലോക്കായിട്ടിരിക്കുന്നതിനെയാണ് രക്ഷയെന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം, രക്ഷയെപ്പോലും ഇല്ലാതെയാക്കുന്ന നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ നിത്യത മുഴുവൻ നമ്മുടെ സ്നേഹത്തിലായിരിക്കുന്ന ആ അതിശയകരമായ അവസ്ഥയാണ് നമ്മുടെ രക്ഷ. ഇവരുടെ രക്ഷയോ ഒരു ബന്ധവുമില്ലാതെ, ഒരു വിചാരവുമില്ലാതെ, ഒരു വികാരവുമില്ലാതെ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അദ്വൈത പ്രകാരം രക്ഷയെന്ന് പറയുന്നത്. ഇത് ഈ കഥയാണ് ഞാൻ പറഞ്ഞത്. ഭഗവത് പുരാണം അതിൻ്റെ കണ്ടു 6:16 മുതൽ, അധ്യായം 16 മുതൽ 4 വരെ നാരദമുനിയുടെ കഥ ഇദ്ദേഹം പറഞ്ഞതാണ്. അടുത്ത് അതേപോലെ തന്നെ ശിവപുരാണത്തിൽ ശിവൻ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ശിവപുരാണത്തിൽ ശിവൻ പറയുന്നത് ഞാനാണ് അൾട്ടിമേറ്റ് ബ്രഹ്മൻ. ബ്രഹ്മാവും ഈ കാണുന്ന ശിവനും ഈ കാണുന്ന വിഷ്ണുവും എൻ്റെ 3 മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ്. ഞാൻ ഇവർക്ക് 3 ഒരു സ്വഭാവം കൊടുത്തിരിക്കുന്നു. എന്നാൽ അനന്തമായിട്ട് എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നിർഗുണനാണ്. അപ്പം ദൈവത്തിനും മനുഷ്യനും പേഴ്സണാലിറ്റി ഇല്ല. നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, പേഴ്സണൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അവനൊരു സ്വഭാവമുണ്ട്, അവന് നല്ലൊരു സ്വഭാവമുണ്ട്. ദൈവത്തിന് സ്വഭാവമില്ല. ദൈവത്തിന് സ്വഭാവമില്ലാത്തപ്പം മനുഷ്യനും പിന്നെ സ്വഭാവം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഹിന്ദുമതം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് കാസ്റ്റ് സിസ്റ്റം വരുന്നത്. കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി അവർ പറയുന്നത് ഗുണങ്ങളെന്ന് പറയുന്നത് ഇന്ന് അവർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് സ്വഭാവ ഗുണങ്ങൾ, നമ്മൾ പറയുന്ന മോറൽ ഗുണങ്ങളാണെന്ന് ചിന്തിക്കും. അങ്ങനല്ല. ആ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരത്തിൽ ജനിക്കുന്നതാണ് ഈ 4 കാസ്റ്റും, അതിന് താഴെയുള്ള വർണ്ണങ്ങളും, അതിന് താഴെയുള്ള അവർണ്ണനും മ്ലേച്ഛനുമൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ഭഗവത്ഗീതയിൽ 18:41 മുതൽ 44 വരെയും, അത് കഴിഞ്ഞിട്ട് മനുസ്മൃതിയിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മനുസ്മൃതി അതിൻ്റെ 12-ാം അധ്യായം 42 മുതൽ 50 വരെ അവിടെ പറയുന്നത് നോക്കണം. പുഴു, മറ്റ് ജന്തുക്കൾ, പാമ്പ് എന്നിവയൊക്കെ ആ തമോ ഗുണങ്ങളുള്ള ശരീരത്തിൽ ജനിക്കുന്നതാണ്. അവിടെയാണ് ശുദ്രനും മ്ലേച്ഛനും ദളിതനുമെല്ലാം ജനിക്കുന്നത്. ഇതാരെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് ചെയ്തൊന്ന് തെളിയിക്കാൻ നോക്കുമോ? ശരീരത്തിൽ ഈ ക്വാളിറ്റി ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇതിന് നമ്മൾ ചിലവ് തരാം. ഇതിന് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ചിലവ് തരാം. നിങ്ങളുടെ ഇത് ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയിട്ട് ദളിതൻ്റെ ഒരു രക്തമെടുക്കുകയും ബ്രാഹ്മണൻ്റെ ഒരു രക്തമെടുക്കുകയും ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനോട്ട് നോക്കുമോ? ഇതൊക്കെ ഈ ശാസ്ത്രമൊക്കെ വരുന്നതിന് മുമ്പുള്ള മനുഷ്യൻ്റെ തെറ്റായ അബദ്ധ പ്രചരണങ്ങൾ മാത്രമാണ്. ഈ തിയറി മുഴുവൻ ശരീരം എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ പറ്റില്ലല്ലോ. ബ്രാഹ്മണൻ്റെ ബ്ലഡ് ബ്രാഹ്മണന് മാത്രമേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ശങ്കരാചാര്യരെ പറ്റി ഇന്ന് അദ്വൈതം പറയുമ്പോൾ ശ്രീനാരായണ അരിയറൊക്കെ പറയാറുണ്ട്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞിരുന്നുവെങ്കിലും വർണ്ണവ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനല്ല തെറ്റിയത്, നിങ്ങൾക്കാണ്. ആത്മാവിൻ്റെ കാര്യമാണ് എല്ലാം ഒന്നെന്ന് അദ്ദേഹം പറയുന്നത്, ശരീരത്തിൻ്റെ കാര്യമല്ല. ഈ ശരീരത്തിൽ ജനിക്കുമ്പോൾ വർണ്ണവ്യവസ്ഥയുണ്ട് എന്ന് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതിനെ എതിർക്കണമെങ്കിൽ ഹിന്ദു മതത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹിന്ദു മതത്തിൽ വർണ്ണവ്യവസ്ഥ ഇല്ലെന്ന് പറയരുത്. ഒരേ ഒരു മാർഗമേ ഉള്ളൂ നിങ്ങൾക്ക് വർണ്ണവ്യവസ്ഥ അവസാനിക്കുകയാണെങ്കിൽ. അംബേദ്കർ പറഞ്ഞതുപോലെ എവേ ഫ്രം ദ ഹിന്ദുസ്, ഹൈന്ദവ മതത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു തിയറി ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഇതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പേഴ്സണാലിറ്റി ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. VS നായ്പോൾ, നോബൽ ലോറേറ്റ് ആയിരുന്ന VS നായ്പോൾ മഹാത്മജിയുടെ
മഹാത്മാഗാന്ധിജിയുടെ ബയോഗ്രഫി വായിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒന്നില്ലായിരുന്നു. അതായത് ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണൽ ക്വാളിറ്റി ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇംഗ്ലണ്ടിനെ അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം തൻ്റെ ജാതി വ്യവസ്ഥയിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ഉണ്ടാകുന്നതായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മാത്രമാണ് അയ്യോ എൻ്റെ ആചാരങ്ങൾ. അല്ലാതെ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടായിട്ട് ആസ്വദിക്കാനായിട്ട് മഹാത്മജിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ബിൽഡിങ്ങിൻ്റെ വിവരണം പോലുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ 20 വർഷം മഹാത്മാഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 3-4 പ്രാവശ്യമേ സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. കറുത്ത വർഗ്ഗക്കാർ അദ്ദേഹത്തിൻ്റെ കണ്ണിലില്ല. മറ്റുള്ള മനുഷ്യൻ, കാരണം നമുക്ക് മറ്റുള്ളവനോട് ഒരു എമ്പതി തോന്നണമെങ്കിൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വരണം, നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വരണം. ആ വ്യക്തിത്വം ഇല്ലാത്തത്, ഞാൻ ഉപയോഗിക്കുന്ന ഉദാഹരണം സാധാരണ നടക്കുന്ന ഒരു വ്യക്തിയല്ല, മഹാത്മാഗാന്ധിജിയാണ്. ഏറ്റവും നല്ല ഹിന്ദുവിനെയാണ്. ഏറ്റവും നല്ല ഹിന്ദുവിന് പോലും ഈ ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുജി എന്ന് വിളിക്കുന്ന ഗുരു ഗോൾവാക്കർ, RSSൻ്റെ 2ാമത്തെ തലവനായിരുന്ന അദ്ദേഹം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്നതായ അമേരിക്കൻ അടിമത്തത്തെ പറ്റി വെള്ളക്കാരെഴുതിയ പുസ്തകത്തെ വളരെയേറെ ശ്ലാഘിച്ചു. ഇത് നല്ല പുസ്തകമാണ്, കറുത്ത വർഗ്ഗക്കാരുടെ കഠിന പരിശോധനകൾ ഇതിനെപ്പറ്റി ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിലെ ദളിതൻ ഒരക്ഷരം മിണ്ടിക്കൂടാ. ഭാരതത്തിലെ ദളിതൻ അവന് വേണ്ടതായ ന്യായം പറഞ്ഞുകൂടാ എന്ന ഇതേ വായ് കൊണ്ട് തന്നെ ഗുരു ഗോൾവാക്കർജിക്ക് പറയണമെങ്കിൽ ആ വ്യക്തിത്വമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് തലത്തിലെടുത്തെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിത്വമില്ല. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയങ്കരമാണ്. കറപ്ഷൻ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലാ മനുഷ്യനെയും തുല്യരായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ മനുഷ്യനോടും ന്യായമായിട്ട് പെരുമാറേണ്ട കാര്യം എന്താണ്? എൻ്റെ ജാതിക്ക് വേണ്ടി ഞാൻ ചെയ്യും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും. നിങ്ങൾക്ക് ചെയ്യണോ വേണ്ട എന്നുള്ളത്, കാരണം എൻ്റെ ആസ്തിത്വം എന്ന് പറയുന്നത് എൻ്റെ ജാതിയാണ്, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല. ഇതിനെപ്പറ്റി അലേഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് ക്ലിയർ ആകുകയുള്ളൂ. എങ്കിലും ഇന്ന് എൻ്റെ മുഖ്യ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത് വിടുകയാണ്. അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ആസ്ട്രോളജിയുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളെന്താ ചിന്തിച്ച്, പ്രകൃതിയിലാണ് സ്വഭാവമുള്ളത്. ശനിദശ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശനിദശയാണ്, അവൻ ഇന്ന് ശനിദശയാണ്. ശനി എന്ന് പറയുന്നത് സാറ്റേണാണ് ശനി. ഇത് ആസ്ട്രോളജിയുടെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്, ബൃഹത് പരസരഹോര ശാസ്ത്ര. അതിനകത്ത് പറയുന്നത് ഈ ശനിദശ എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്നറിയോ? സാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത് തമസ്സുകൊണ്ടാണ്. ദളിതനെ ഉണ്ടാക്കിയിരിക്കുന്ന തമസ്സുകൊണ്ട് തന്നെ, പാമ്പിനെ ഉണ്ടാക്കിയിരിക്കുന്ന തമസ്സുകൊണ്ട് തന്നെയാണ് ഈ സാറ്റേണയും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സാറ്റേൺ നിങ്ങളുടെ സ്റ്റാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയ്യോ പണ്ട് ദളിതനെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞെന്നാണ് പറയുന്നത്. എന്ത് വിഡ്ഢിത്തരമായി പറയുന്നതെന്നറിയോ? സാറ്റേൺ തമസ് കൊണ്ടാണോ, ജൂപ്പിറ്റർ സത്വം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവരെന്താ ഈ പറയുന്നത്? ഈ ആസ്ട്രോളജി ഇന്നും വിശ്വസിക്കാൻ വേണ്ടി കുറേ ക്രിസ്ത്യാനികളുണ്ട്. തിങ്കളാഴ്ച രാവിലെ പത്രം എടുത്തിട്ട് അയ്യോ ഈ ശനിദശ വരുന്നു. ശനിദശ എന്ന് പറയുന്നത് എന്താ? സാറ്റേണിൽ തമസൊന്നും ഇല്ലെന്നേ. പണ്ട് ഇവർ 3 ചന്ദ്രനിലായിരുന്നു ആത്മാക്കളുണ്ടായിരുന്നെന്ന് പറയുന്നത്. ചന്ദ്രന് മനുഷ്യൻ കാലുകുത്തി, അവിടെ ഒരു ആത്മാവിനെയും കണ്ടിട്ടില്ല കേട്ടോ. അതോടുകൂടി ഹിന്ദുമതം തകരേണ്ടതാണ്. ഈ സാറ്റേണും 3 ഒന്നും ഇവർ പറയുന്നത് പോലെ അല്ല. ഇന്നും ഈ ആസ്ട്രോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് മന്ത്രവാദം, വിഗ്രഹാരാധനയും ഇതുകൊണ്ടാണ്. കാരണം ഒരു വിഗ്രഹത്തിന് ഗുണങ്ങളുണ്ടല്ലോ, കല്ലിനൊരു ഗുണമുണ്ട്. ആ കല്ലിൻ്റെ ഗുണമെടുത്ത് എനിക്ക് മന്ത്രവാദത്തിലൂടെ ആ കല്ലിലേക്ക് ആഹ്വദിച്ച് ഞാൻ ഒരു ആത്മാവിനെ ചെയ്ത് കഴിയുമ്പോൾ അത് വിഗ്രഹമായിട്ട് മാറുന്നു. അയ്യോ സുഹൃത്തെ, കല്ലിനൊരു സ്വഭാവം ഇല്ല. കല്ലിനങ്ങനെ ഒരു ഗുണമൊന്നുമില്ല. നിങ്ങൾ കല്ലിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കല്ല് തന്നെയാണ്. സ്വഭാവമുള്ളൊരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് ദൈവം, അത് മനുഷ്യനാണ്, അല്ലാതെ വേറെ ഒന്നിനും സ്വഭാവമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി ഇതിലേക്ക് 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇവരുടെ രക്ഷയെന്ന് പറയുന്നത് അവസാനമായിട്ട് സാധ്യമല്ല. കാരണം ഇതെല്ലാം അനന്തമാണെങ്കിൽ
കർമ്മവും പുനർജന്മവും അനന്തമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്? തന്നെയല്ല ഇവരെല്ലാം പറയുന്നത് ഇത് അനന്തമാണെന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര ചാൻസ് ഇതുവരെ കിട്ടി? നിങ്ങൾക്ക് മുക്തി പ്രാപിക്കാൻ വേണ്ടി എത്ര ചാൻസ് കിട്ടി? നമുക്കൊരു ചാൻസേ ഉള്ളൂ. ഒരു ശരീരത്തിലിരിക്കുന്നത് ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ഒരൊറ്റ ചാൻസ്. ഇവർക്ക് എത്ര ചാൻസ് കിട്ടി? അനന്തമായിട്ട് കിട്ടി. അനന്തമായിട്ട് തോറ്റു തൊപ്പിയിട്ട ഒരു മനുഷ്യൻ, കണക്കുകളില്ലാതെ തോറ്റു തൊപ്പിയിട്ട ഒരു മനുഷ്യൻ ഒരു ചാൻസ് കൂടെ കൊടുത്താൽ അവൻ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാധ്യമല്ല. 1000 വട്ടം 10ാം ക്ലാസ് എഴുതി പാസ്സാകാത്ത ഒരു മനുഷ്യനെ 1001 വട്ടം ഏതെങ്കിലും മനുഷ്യൻ 10ാം ക്ലാസ് എഴുതാൻ വേണ്ടി വിടും. അപ്പോൾ 1000 വട്ടം എഴുതാൻ ഒക്കത്തില്ല. കാരണം 10 വർഷം എഴുതി തോറ്റുന്ന ഒരുത്തനെ 11ാമത്തെ വർഷം വിടാൻ വേണ്ടി നമ്മൾ മടിക്കും. അപ്പോഴാണ് അനന്തമായിട്ട് പരീക്ഷ എഴുതി തോറ്റ മനുഷ്യൻ ഈ പ്രാവശ്യം ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവരിക്കുന്നത്. ജയിക്കാൻ പോകുന്നില്ല. രക്ഷ സാധ്യമല്ല. രക്ഷ ഹിന്ദു പ്രകാരം സാധ്യമല്ല. സാധ്യമായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പണ്ടേ മുക്തി പ്രാപിക്കേണ്ടവരായിരുന്നു. പണ്ട് നിങ്ങൾ മുക്തി പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ട്. ഈ ജന്മത്തിൽ നിങ്ങൾ മുക്തി പ്രാപിക്കാൻ വേണ്ടി പോകുന്നില്ല. ഹിന്ദു മതപ്രകാരം മുക്തി പ്രാപിക്കാൻ വേണ്ടി ഏകമാർഗമേ ഉള്ളൂ. അതിനെപ്പറ്റിയാണ് ഇനി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ